ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കുഞ്ഞ് അടുക്കളത്തോട്ടത്തിലെ കുറച്ച് കാഴ്ചകളാണ് ഈ കാണുന്നത്. കുറച്ച് ചീരകളും പച്ചമുളകും ഒക്കെ ഗ്രോ ബാഗിലും തറയിലുമായിട്ടൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇവരുടെയൊക്കെ വെള്ളം ഒഴിക്കലൊക്കെയാണ് മെയിൻ പരിപാടി. ഇതല്ലാതെ പിന്നെ ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ നട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇക്ക എന്തായാലും വെള്ളം ഒഴിക്കാനായിട്ട് ഇറങ്ങും. ഇക്കക്ക് കടയിൽ പോകേണ്ട ദിവസങ്ങളിലൊക്കെ ഞാനോ മോനോ ഒക്കെ വെള്ളം ഒഴിക്കും. ഇവിടെ ഇത് ടെറസിലാണ്. ടെറസിൽ കുറേ പച്ചമുളകൊക്കെ ഞാൻ പാകി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം വേറെ വേറെ ചട്ടികളിലൊക്കെ ഇനി മാറ്റി നടണം. കുറച്ചൊക്കെ മാറ്റി നട്ടുകയും ചെയ്തു. വെണ്ടയൊക്കെ കുറച്ച് മുന്നേ നട്ടതാണ്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് വെണ്ടയെല്ലാം കാച്ചു തുടങ്ങിയിട്ടുണ്ട്. നിക്കാടെ കസിൻ ബ്രദറിൻ്റെ മോളെ കല്യാണമാണ്. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്കൊക്കെ ഇനി അങ്ങോട്ട് പോവുകയാണ്. ഇന്നിപ്പോൾ ഹൽദിയാണ്. 3 ദിവസമായിട്ടാണ് കല്യാണം എല്ലാം നടത്തിയത്. അപ്പോൾ കല്യാണ വിശേഷങ്ങളൊക്കെ ഞാനിവിടെ കുറച്ച് ഷെയർ ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഹൽദിയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം. പാട്ട് പാടുന്നതാണ് മണവാട്ടി. പക്ഷേ വോയിസ് കൊടുത്താൽ കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം വരുന്നതുകൊണ്ട് ഞാൻ വോയിസ് ഒന്നും ഇതിൽ കൊടുക്കുന്നില്ല. അത് ഞങ്ങളെല്ലാവരും കൂടെ ആമിനയെ ഒന്ന് മഞ്ഞളിൽ പൊതിഞ്ഞെടുക്കുകയാണ്. ആമിന എന്നാണ് പേര് ബ്രൈഡിൻ്റെ. പാട്ട് പാടാൻ അറിയുന്നവരൊക്കെ ഇവിടെ പാട്ട് പാടുന്നുണ്ട്. ഇതിക്കടെ മാമയുടെ മോനും ഫാമിലിയൊക്കെയാണ്. എല്ലാവരെയും ഞാനിവിടെ പരിചയപ്പെടുത്തുന്നൊന്നുമില്ല. എന്നാൽ നമ്മുടെ ഈ വീഡിയോ ഒക്കെ ഒരുപാട് ലെങ്തായിപ്പോയി. അതുകൊണ്ട് ഞാൻ എല്ലാവരെയും ഒന്ന് കാണിച്ചങ്ങ് പോവുകയാണ്. ഇത് അമ്മയുടെ വാപ്പായും ഉമ്മായും 2 സഹോദരിമാരുമാണ്. ഒരുപാട് ഡാൻസും പാട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ഞാൻ കട്ട് ചെയ്തിട്ടൊക്കെ കുറച്ചൊക്കെ മാത്രമേ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. ഫവാസും അവിടെ എല്ലാവർക്കൊപ്പം ഡാൻസ് ചെയ്ത് തകർക്കുകയാണ്. ഞാനവിടെ അടുത്തല്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാനും എൻ്റെ 2 നാത്തൂന്മാരും മക്കളൊക്കെയാണ്. എല്ലാ മക്കളൊന്നും വന്നില്ല, കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും പല സ്ഥലങ്ങളിലായിപ്പോയി. ഇതവിടെ പിള്ളേർ സെറ്റ് എല്ലാവരും കൂടെയൊക്കെ ചേർന്ന് നിന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുത്തതാണ്. ഫോട്ടോ എടുത്ത സമയത്ത് എല്ലാവരും ഒന്നും ഇല്ല, ഒരുപാട് പേരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് മൈലാഞ്ചിയുടെ എടുത്ത വീഡിയോയൊക്കെയാണ് ബാക്കിയുള്ളത്. ഇത് മൈലാഞ്ചിക്ക് ഇട്ട ഡ്രസ്സാണ്. മൈലാഞ്ചി കല്യാണത്തിൻ്റെ അന്ന് രാവിലെ നിക്കാഹായിരുന്നു. നിക്കാഹ് ഉച്ചയ്ക്ക് കഴിഞ്ഞു. വൈകിട്ടായിരുന്നു മൈലാഞ്ചി കല്യാണം. മൈലാഞ്ചി ഇടാനായിട്ട് പയ്യൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. മൈലാഞ്ചി ഇടാൻ എടുത്ത കുറച്ച് ക്ലിപ്സും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഒരുപാടൊന്നും ഇല്ല, കുറച്ച് മാത്രമേ ഉള്ളൂ. മൈലാഞ്ചിയുടെ അന്നും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. ആമിനയുടെ 2 സഹോദരിമാരും പിന്നെ കൊച്ചയുടെ മക്കളുമാണ്. മൈലാഞ്ചി കല്യാണത്തിൻ്റെ അന്ന് ഒരുവിധം ആൾക്കാരൊക്കെ ഇതുപോലെ ഗ്രീൻ ഡ്രസ്സായിരുന്നു.
പയ്യൻ്റെ ഉമ്മയൊക്കെ പിന്നെ ഡ്രസ്സൊക്കെ കൈമാറിയ ശേഷം മൈലാഞ്ചി ഇടാനൊക്കെ ഇരുന്നു. ഉമ്മയാണ് ഇപ്പോൾ മൈലാഞ്ചി ഇടുന്നത്. മൈലാഞ്ചി ഇട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആകാശത്ത് വർണ്ണങ്ങളൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കസിൻസ് എല്ലാവരും കൂടെ സർപ്രൈസായിട്ട് ചെയ്തതാണ്. ഒരുപാട് വർണ്ണങ്ങളുണ്ടായിരുന്നു. മൈലാഞ്ചി കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും പിന്നെ ആകാശത്തേക്കായി നോട്ടം. രാത്രി ഒരുപാട് വൈകിയാണ് പിന്നെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് വീട്ടിൽ പോയത്. ഇനിയുള്ളത് കല്യാണ ദിവസത്തെ കാഴ്ചകളാണ്. അതും കുറച്ചൊക്കെ മാത്രം കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കല്യാണത്തിന് പോകാനായിട്ട് ഒരുങ്ങി നിന്നതിന് ശേഷം എടുത്ത ഫോട്ടോസാണ്. ഇത് നാത്തൂൻ്റെയും ജ്യേഷ്ഠൻ്റെയൊക്കെ മക്കളാണ്. എല്ലാവരും കൂടെയൊക്കെ ഒന്ന് മക്കൾ ഫോട്ടോസൊക്കെ എടുത്തു. വധുവും വരനും ഒക്കെ വന്ന സമയത്ത് ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കുറേശ്ശെയൊക്കെ ഞാൻ ഷോർട്ടായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ചാനലിൽ. വരൻ വന്നു കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വധുവും വന്നു. അങ്ങനെ അൽഹംദുലില്ലാ കല്യാണമെല്ലാം മംഗളമായിട്ട് കഴിഞ്ഞു. പയ്യൻ്റെ വീട്ടിൽ നിന്ന് വന്നവരിൽ 2 പേര് ഞാൻ അവിടെ വെച്ച് പരിചയപ്പെട്ടു. അവിടെ വെച്ച് കണ്ടുമുട്ടി. യൂട്യൂബ് ഫ്രണ്ട്സാണ് അവരെൻ്റെ. അവർക്കും ചാനലുണ്ട്. അങ്ങനെ അവരുമായിട്ടൊന്ന് സെൽഫിയൊക്കെ എടുത്ത് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. കല്യാണം എല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മറുവീടും കഴിഞ്ഞാണ് വീട്ടിലേക്കൊക്കെ വന്നത്. ആമിനെ യാത്ര ചോദിച്ചിറങ്ങുകയാണ്. എല്ലായിടത്തും ഉള്ളതുപോലെ കുറച്ച് കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ കല്യാണ വിശേഷങ്ങൾ. ആമിന പോയതിന് ശേഷം പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കുറച്ച് പേര് മറുവീടിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു പയ്യൻ്റെ വീട്ടിലേക്ക്. ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട.
ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം.